നമസ്കാരം പ്രിയപ്പെട്ടവരെ, ലീഗൽ സെല്ലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നിയമസംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്ന പരിപാടിയാണ് ലീഗൽ സെൽ. യു എയിലുള്ള ഒരുപാട് നൂറുകണക്കിന് ആൾക്കാരാണ് പല സംശയങ്ങളും പലപ്പോഴും നമ്മൾ ചോദിക്കാനുള്ളത്. പക്ഷേ പല സംശയങ്ങളും ആവർത്തനമാണ്. നമ്മൾ ഒരിക്കൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഈ ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ നമ്മൾ പ്രക്ഷേപണം ചെയ്ത എപ്പിസോഡ് കൃത്യമായി നിങ്ങൾ കാണാത്തത് കൊണ്ടാണ് വീണ്ടും ചോദിക്കേണ്ടി വരുന്നത്. എങ്കിലും പലപ്പോഴും നമ്മൾ അതിന് ഉത്തരം നൽകാറുണ്ട്. യു എയിലെ നിയമസംബന്ധമായ സംശയങ്ങൾ, ഇതര ഗൾഫ് രാജ്യങ്ങളിലെ നിയമസംബന്ധമായ സംശയങ്ങൾ, ഇന്ത്യയിലെ തന്നെ നിയമപരമായി അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ അതെല്ലാം ഈ ലീഗൽ സെല്ലിൻ്റെ പരിപാടിയിൽ ചോദിക്കാം. അപ്പോൾ അതുപോലെ നമ്മുടെ സംശയങ്ങൾക്ക്, നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ പ്രവാസി ഭാരതീയരുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ളത് യു എയിലെ പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ കരുനാഗപ്പള്ളി. സാർ നമസ്കാരം. നമസ്കാരം സാർ. സാറിൻ്റെ ചോദ്യങ്ങളിങ്ങനെ നമ്മൾ പലപ്പോഴായി ബ്രോഡ്കാസ്റ്റ് ചെയ്തത് ഈ സോഷ്യൽ മീഡിയ ആകുമ്പോൾ അതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അതവിടെ കിടക്കും. ഒരു ദിവസം തന്നെ കാണണമെന്നില്ല, നമ്മൾ ഇന്ന് ബ്രോഡ്കാസ്റ്റിന് ഇന്ന് കാണണമെന്നില്ല. അപ്പോൾ അതിങ്ങനെ മാസങ്ങളും ദിവസങ്ങളും കഴിഞ്ഞ് വീണ്ടും നമുക്ക് അതുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങൾ വരുന്നുണ്ട്. നേരത്തെ നമുക്ക് സംസാരിച്ചിട്ടുള്ള വിഷയം തന്നെയാണെങ്കിൽ ഇന്ന് നമുക്കൊരു പ്രധാനപ്പെട്ട ഒന്നായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ചോദ്യം യു എയിലെ ചെക്കുമായി ബന്ധപ്പെട്ടതാണ്. ഒരു ചെക്ക് ബൗൺസ് ആവുന്നു. ഇപ്പോൾ എനിക്ക് കുറച്ച് കാശ് കിട്ടാനുണ്ട്, ഞാൻ ആ കാശ്, എനിക്കൊരു ചെക്കുണ്ട് കയ്യിൽ, ആ ചെക്ക് ഞാൻ ബാങ്കിൽ കൊടുക്കുന്നു, പക്ഷേ ചെക്ക് ബൗൺസ് ആവുന്നു. എങ്കിൽ ആ കാശ് എനിക്ക് പിന്നീട് എങ്ങനെ ഈടാക്കിയെടുക്കാം? അതാണ് ഒന്ന്. രണ്ട്, ചെക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രിമിനൽ കേസുകൾ എടുക്കാൻ കഴിയുമെങ്കിൽ അത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ്? ചില സാഹചര്യങ്ങളിൽ അതിപ്പോൾ ഇല്ലല്ലോ, ഏതൊക്കെ അപ്പോൾ ഒന്ന് ഈ ചെക്ക് ബൗൺസായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ പണം എങ്ങനെ ഈടാക്കാൻ പറ്റും നിയമപരമായി? തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഒരു ആശയക്കുഴപ്പമുള്ള ഒരു വിഷയമാണിത്. ഈ പലപ്പോഴും പല ആളുകളും എന്നെ വിളിച്ച് സംസാരിക്കുമ്പം ചോദിക്കാറുണ്ട്, സാറേ ഇപ്പം ചെക്ക് കൊടുക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ സാറേ, കാരണം ഇപ്പം ചെക്ക് ബൗൺസായി കഴിഞ്ഞാലും ക്രിമിനൽ കേസ് കൊടുക്കാൻ പറ്റില്ലെന്നാണല്ലോ എല്ലാവരും പറയുന്നതും പുതിയ നിയമം വന്നിരിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ചെക്ക് കൊടുത്താൽ പണ്ടത്തെ പോലെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിന് മറുപടി വശമുണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നില്ല. ഒരു വശത്ത് ക്രിമിനൽ കേസിൻ്റെ സൈഡിൽ കുറച്ച് സുതാര്യമായിട്ട് നിയമം മാറിയപ്പോൾ അതേ തരത്തിൽ തന്നെ വളരെ സീരിയസ് ആയിട്ട് കുറച്ചും കൂടെ ഗൗരവമായിട്ട് സിവിൽ സൈഡ് ബലപ്പിച്ചിരിക്കുകയാണ്. അപ്പം ഈ ചെക്കിന്റെ ബെനിഫിഷ്യറികൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകാതെ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലീഗൽ പ്രോസസ്സിൽ പോകാതെ തന്നെ അവർക്ക് പണം ഈടാക്കി എടുക്കുന്നതിന് വേണ്ടി ആവശ്യമായ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ക്രിമിനൽ സൈഡിനകത്ത് കുറച്ച് റിലാക്സേഷൻ കൊടുത്തപ്പോൾ സിവിൽ സൈഡിൽ കുറച്ചും കൂടെ റിജിഡായിട്ട് നിയമങ്ങൾ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാളുടെ ചെക്ക് ബൗൺസ് ആവുന്നു, ബാങ്കിൽ കൊണ്ട് പ്രസൻറ്റ് ചെയ്യുന്നു, ചെക്കിൽ പണം ബാങ്ക് അക്കൗണ്ടിൽ മതിയായ ഫണ്ടില്ല, ആവശ്യമായ പണമില്ലാത്ത കാരണത്താൽ ചെക്ക് മടങ്ങുന്നു. അപ്പം നമുക്കറിയാം, ബാങ്കിൽ നിന്ന് മടങ്ങുന്ന ചെക്കിൻ്റെ കൂടെ ഒരു റിട്ടേൺ മെമ്മോ കിട്ടും. ആ റിട്ടേൺ മെമ്മോയിൽ എഴുതിയിരിക്കുന്നത് ഇൻസഫിഷ്യൻറ്റ് ഫണ്ടില്ല. അങ്ങനെ മടങ്ങി വരുന്ന ചെക്കുകൾക്ക് ഇപ്പം കോടതി കൊണ്ടുപോയി പ്രത്യേകിച്ചൊരു കേസ് ഫയൽ ചെയ്ത് ഈ ചെക്ക് ഇന്നാര് കൊടുത്തതാണ്, ഈ ചെക്കിൻ്റെ തുക ഈടാക്കി കിട്ടാൻ വേണ്ടി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. നേരെ ഈ ചെക്ക് കൊണ്ടുപോയി എക്സിക്യൂഷൻ ജഡ്ജിൻ്റെ മുമ്പിൽ എക്സിക്യൂഷൻ ഫയൽ ചെയ്യാം. സാധാരണ നമ്മൾ ഇതിനു മുമ്പൊക്കെ എക്സിക്യൂഷൻ ഫയൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റേജാണ്. ആദ്യം ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാക്കിയെടുക്കണം. ഒരു കേസ് ഫയൽ ചെയ്ത് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ വസ്തുതാപരമായ കാര്യങ്ങളാണ്, നമുക്ക് ആ കക്ഷി തന്നിരിക്കുന്ന ചെക്കാണ്, ആ ചെക്കിൽ എഴുതിയിരിക്കുന്ന തുക മുഴുവൻ എനിക്ക് ലഭിക്കാനുള്ള തുകയാണ്, അത് കോടതിയെ കൊണ്ട് ജഡ്ജ്മെന്റ് ആക്കി എടുത്തെങ്കിൽ മാത്രമേ ആ ജഡ്ജ്മെന്റാണ് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ എക്സിക്യൂഷൻ രണ്ടാമത്തെ സ്റ്റേജിൽ വരുന്ന സംഭവമായിരുന്നു. അത് പല രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. ജഡ്ജ്മെന്റ് കിട്ടിയിട്ടാണ് ജഡ്ജ്മെന്റിനെയാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അല്ലാതെ ഒരു ചെക്കിനെ കൊണ്ടുപോയി എക്സിക്യൂട്ട് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ലായിരുന്നു. എന്നാൽ യു എയിൽ വന്നിട്ടുള്ള പുതിയ നിയമം അനുസരിച്ചുകൊണ്ട്, പുതിയ ഡിഗ്രി അനുസരിച്ചുകൊണ്ട് ആ ബൗൺസ് ആവുന്ന ചെക്ക് വെച്ചുകൊണ്ട് എക്സിക്യൂഷൻ ഫയൽ ചെയ്യാൻ ഡയറക്റ്റ് അതൊരു ജഡ്ജ്മെന്റ് പോലെ പ്രവർത്തിക്കും. അപ്പോൾ അതിന് ചില വ്യവസ്ഥകൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ വ്യവസ്ഥ, ആ ചെക്ക് മടങ്ങിയിരിക്കുന്നത് ഇൻസഫിഷ്യന്റ് ഫണ്ട് എന്ന കാരണത്താലായിരിക്കണം. അതാണെങ്കിൽ ആ ചെക്ക് കൊണ്ടുപോയി നമുക്ക് ഡയറക്റ്റ് എക്സിക്യൂഷൻ കോടതിയിൽ ഫയൽ ചെയ്യാം. അങ്ങനെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ കോടതി ചെയ്യുന്നത്, കോടതി എതിർകക്ഷി അത് അറിയിപ്പിക്കും, ഇങ്ങനെ ഒരു ചെക്ക് കേസ് വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ആ ചെക്ക് ആരാണോ കൊടുത്തിരിക്കുന്ന ആ വ്യക്തിയുടെ പേരിൽ, ആ സൈൻ ചെയ്തിരിക്കുന്ന ആളിൻ്റെ പേരിൽ ട്രാവൽ ബാനും ഏർപ്പെടുത്തും പെട്ടെന്ന് തന്നെ. അപ്പോൾ ട്രാവൽ ബാൻ ഉണ്ടാകും. ഈ വിവരം കോടതി
ആ ആളിനെ ആ ചെക്കിൻ്റെ ചെക്ക് കൊടുത്തിരിക്കുന്ന കക്ഷിയെ, ബെനിഫിഷ്യറി അല്ല, ആ ചെക്കിൽ എതിർകക്ഷിയായിട്ട് വരുന്ന ആളിനെ അല്ലെങ്കിൽ പ്രതിയെ അറിയിപ്പിക്കും. അങ്ങനെ പ്രതിക്ക് ഒന്നുകിൽ മെയിലായിട്ടായിരിക്കും കമ്മ്യൂണിക്കേഷനിലാണ് വരുന്നത്, മെയിൽ കമ്മ്യൂണിക്കേഷനായിട്ട് ആ വിവരം ലഭിക്കാം, അതല്ലെങ്കിൽ അല്ലാതുള്ള നോട്ടീസായിട്ട് കിട്ടാം. അപ്പോൾ പലതരത്തിലും അത് സെർവ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കാറുണ്ട് കോടതിയിൽ നിന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പണം ഇത്ര ദിവസത്തിനകം അടയ്ക്കണമെന്നും കൂടി ആ നോട്ടീസിനകത്ത് പറഞ്ഞിരിക്കും. അതാണ് എക്സിക്യൂഷൻ കോടതി ചെയ്യുന്ന ഒന്നാമത്തെ ജോലി. അപ്പോൾ ചെക്ക് എക്സിക്യൂഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് എക്സിക്യൂഷൻ ഫയൽ ചെയ്തിട്ടുള്ള കോടതിയിൽ നിന്ന് എതിർകക്ഷിക്ക് പണം അടയ്ക്കാനുള്ള ഒരു നോട്ടീസാണ് പോകുന്നത്. അതിനോടൊപ്പം ട്രാവൽ ബാൻ ഇട്ട വിവരവും അറിയിക്കും. അപ്പൊ ഇത്ര ദിവസത്തിനകം പണം പറയുമ്പോൾ ആ പണം കൊടുക്കാതെ അദ്ദേഹത്തിന് രാജ്യം വിട്ടു പോകാൻ പറ്റില്ല. രാജ്യം വിട്ടു പോകാൻ പറ്റില്ല, ആ രാജ്യത്തുനിന്ന് ഔട്ടാവാൻ പറ്റത്തില്ല. അപ്പൊ രാജ്യത്ത് പുറത്തു പോകുന്നതിനാണ് ബാൻ വന്നിരിക്കുന്നത്. അതിനാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ പണം കൊണ്ടുവന്ന് അടയ്ക്കാൻ ബാധ്യസ്ഥനാണ്. അപ്പൊ ഇതിനകത്ത് ആ എതിർകക്ഷി പറയുന്നു, ഞാൻ ഇത്ര പണം കൊടുക്കാനില്ല, ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ഒരു ചെറിയ തുക മാത്രമായിരുന്നു, അദ്ദേഹം കൊണ്ടിരിക്കുന്ന ചെക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഗ്യാരണ്ടി ആയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു ചെക്ക്, ആ ചെക്കിനകത്ത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു തുക എഴുതി ചേർത്ത് ബാങ്കിലിട്ട് മടക്കിയെടുത്ത് കൊണ്ടുവന്ന് കേസ് ഫയൽ ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, വ്യക്തമായ തെളിവുകൾ നിലവിലുണ്ടെങ്കിൽ ഈ പറയുന്ന കക്ഷിക്ക് അതിനകത്ത് ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാം. അത് അതേ കോടതി ഫയൽ ചെയ്യാം, എക്സിക്യൂഷൻ കോടതിയിൽ തന്നെ ഫയൽ ചെയ്യാം. അത് ഒബ്ജക്ഷൻ ഓൺ മെറിറ്റ് എന്നാണ് പറയുന്നത്. ഒബ്ജക്ഷൻ ഓൺ മെറിറ്റ്, ചുമ്മാതുള്ള ഒരു ഒബ്ജക്ഷൻ അല്ല, അത് മെറിറ്റിലുള്ള ഒബ്ജക്ഷൻ ആണ്. എന്ന് വെച്ചാൽ കാര്യകാരണ സഹിതം നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒബ്ജക്റ്റ് ചെയ്യുന്നത് എന്ന് ജഡ്ജിക്ക് മനസ്സിലാക്കണം. അത് ശരിക്കും ഒരു അപ്പീലിന്റെ ഫലമാണ്. അത് അപ്പീൽ എന്ന് പേര് വിളിക്കുന്നില്ലെങ്കിലും അത് ഒബ്ജക്ഷൻ ഓൺ മെറിറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു അപ്പീലിന്റെ എഫക്റ്റ് തന്നെയാണ്. അതിന് കോർട്ട് ഫീസ് കെട്ടിവെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കോർട്ട് ഫീസ് അതേ കോടതിയിൽ തന്നെയാണ് കേസ് ഫയൽ ചെയ്യുന്നത്. അങ്ങനെ ഫയൽ ചെയ്തിട്ട് ആ ജഡ്ജി അതിൻ്റെ തെളിവുകളൊക്കെ എടുക്കും. അങ്ങനെ തെളിവെടുത്തുകൊണ്ട് ജഡ്ജി അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ചെക്കിനകത്ത് ഇത്ര തുക കൊടുക്കാനുള്ളതല്ല എന്ന് ജഡ്ജി കണ്ടെത്തുകയാണെങ്കിൽ ആ എക്സിക്യൂഷൻ പതുക്കെ സ്റ്റോപ്പ് ചെയ്യും. സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാം. പിന്നെ കേസ് എക്സിക്യൂഷൻ ജഡ്ജിക്ക് വേണമെങ്കിൽ ആ കേസ് തള്ളിക്കളയാം, ട്രാവൽ ബാൻ ഒഴിവാക്കാം, ഇതെല്ലാം ചെയ്യാം ആ ജഡ്ജ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ. അപ്പം അതാണ് ഒരു നിയമം. അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു മാറ്ററാണ്. അപ്പം ചെക്ക് കൊടുക്കുന്ന അത്ര നിസ്സാരമായിട്ട് കാണാൻ പാടില്ല എന്നാണ് നമ്മൾ ഈ കേൾക്കുന്നവരോട് പറഞ്ഞു കൊടുക്കാനുള്ള ഉപദേശം. കാരണം വളരെ കൂടുതൽ താമസം കൂടാതെ തന്നെ ചെക്ക് മടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ട്രാവൽ ബാൻ വീഴാനുള്ള സാധ്യതയുണ്ട് ഈ നടപടിയിലൂടെ. അതുപോലെ തന്നെ ചെക്ക് മടങ്ങിയത് മറ്റ് രണ്ട് കാരണങ്ങളാലാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് പണമില്ല എന്നുള്ള കാരണമില്ല, നേരെ മറിച്ച് ബാങ്കിൽ നിന്ന് കൊടുത്ത ആ റിട്ടേൺ മെമ്മോയ്ക്കകത്ത് എഴുതിയിരിക്കുന്നത് സിഗ്നേച്ചർ ഡിഫറൻ്റ് ആണ്. ഈ സിഗ്നേച്ചറും ബാങ്കിൽ കൊടുത്തിരിക്കുന്ന സിഗ്നേച്ചറും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ കാരണത്താലാണ് ചെക്ക് മടക്കിയത് എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിലും, ഇനി അക്കൗണ്ട് ക്ലോസ്ഡ് എന്നുള്ള കാരണത്താലാണ് ചെക്ക് മടങ്ങിയിരിക്കുന്നതെങ്കിലും, ഈ രണ്ട് കാരണത്താലാണ് ചെക്ക് മടങ്ങിയിട്ടുള്ളതെങ്കിൽ അത് ഈ പറഞ്ഞ രീതിയിൽ ചെക്ക് എക്സിക്യൂഷൻ ഡയറക്റ്റ് ഫയൽ ചെയ്യാൻ സാധ്യമല്ല. അത് ഈ കോടതി സ്വീകരിക്കത്തില്ല. അതിനുള്ള മാർഗം സാറ് മുമ്പേ ചോദിച്ചപ്പോൾ തന്നെ എന്നോട് ചോദിച്ചിരുന്നു. അതിനുള്ള മാർഗം ക്രിമിനൽ കോടതിയെ സമീപിക്കണം. അപ്പോഴേ ക്രിമിനൽ കേസ് കൊടുക്കാം. അത് ശരി. അപ്പൊ ക്രിമിനൽ കേസുകൾ പൂർണ്ണമായിട്ടും നിർത്തലാക്കി എന്ന് പറയാനും സാധ്യമല്ല. അതെ, ക്രിമിനൽ കേസ് നിർത്തലാക്കിയിരിക്കുന്നത് ഇൻസഫിഷ്യന്റ് ഫണ്ട് എന്ന കാരണത്താൽ ചെക്ക് മടങ്ങുന്ന സാഹചര്യത്തിലാണ് ക്രിമിനൽ കേസ് കൊടുക്കാൻ പറ്റാത്തത്. നേരെ മറിച്ച് ഇപ്പൊ പറഞ്ഞ രണ്ട് കാരണങ്ങൾ, ഒന്ന് അക്കൗണ്ട് ക്ലോസ്ഡും മറ്റൊന്ന് സിഗ്നേച്ചർ ഡിഫറൻറ്റും, അങ്ങനെയും വരുന്ന സാഹചര്യത്തിൽ ആണെങ്കിൽ അത് ക്രിമിനൽ കേസ് ഫയൽ ചെയ്യാം, പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാം, പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാം. അതിനോടൊപ്പം തന്നെ സിവിൽ സൈഡായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കേസ് സിവിൽ കോടതിയിലും ഫയൽ ചെയ്യാം. അത് ശരി. അതെ, ഇപ്പം നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെക്ക് മടങ്ങിക്കഴിഞ്ഞാൽ, ഏത് കാരണത്താലും ചെക്ക് മടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 138 അനുസരിച്ച് മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യും. അതിനോടൊപ്പം തന്നെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ വസ്തുവോ മറ്റോ ജപ്തി ചെയ്യണമെങ്കിൽ സിവിൽ കോടതിയെ സമീപിച്ചുകൊണ്ട് അവിടെയും കേസ് ഫയൽ ചെയ്യാം. അവിടെ ആകുമ്പോൾ കൂടുതൽ കോർട്ട് ഫീസ് കെട്ടിവെച്ച് വേണം കേസ് ഫയൽ ചെയ്യാൻ. ഇവിടെ NI ആക്ട് അനുസരിച്ച് കൊടുക്കുമ്പം കോർട്ട് ഫീസ് അടയ്ക്കണ്ട, അതാണ് വ്യത്യാസം. പക്ഷേ ഇതൊരു ക്രിമിനൽ സൈഡിൽ കൂടെ നിൽക്കും, മറ്റേത് സിവിൽ സൈഡ് പെട്ടെന്നുള്ള ചില കാര്യങ്ങൾ നടക്കും. ഇപ്പം മജിസ്ട്രേറ്റ് കോടതി കൊടുക്കുമ്പോൾ അവിടുന്ന് ജപ്തി ചെയ്യുന്നില്ല,
അവിടുന്ന് സമൻസൊക്കെ അയച്ച് വളരെ സാവകാശത്തിലുള്ള വളരെ ടൈം എടുത്തിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഉണ്ടാകുന്നത്. മറ്റേത് നമ്മൾ അറ്റാച്ച്മെന്റ് ബിഫോർ ജഡ്ജ്മെന്റ് ആണ്. ജഡ്ജ്മെന്റ് ഒന്നും കാത്തിരിക്കേണ്ട, അദ്ദേഹത്തിന്റെ പേരിൽ എന്ത് സ്വത്തുണ്ട് അല്ലെങ്കിൽ ബാങ്കിൽ എത്രത്തോളം പണം കിടപ്പുണ്ട് അതങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ അപ്പോഴേ ആ ചെക്കിന്റെ കേസിന്റെ ബലത്തിൽ അപ്പോഴും തന്നെ ജഡ്ജിക്ക് അത് അറ്റാച്ച് ചെയ്തിടാം. പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് വ്യത്യാസം. അതുപോലെ അവിടെ ട്രാവൽ ബാനാണ് ഇടുന്ന ആദ്യത്തെ സ്റ്റേജിൽ. അത് കഴിഞ്ഞാൽ പണം അടയ്ക്കുന്നില്ലെങ്കിൽ നമ്മൾ നോട്ടീസ് പോകുന്ന കാര്യം വരെ നേരത്തെ പറഞ്ഞു. അങ്ങനെ നോട്ടീസ് പോയിട്ടും ഈ കക്ഷി എതിർകക്ഷി പണം അടയ്ക്കുന്നുമില്ല, അദ്ദേഹത്തിന് ഒബ്ജക്ഷനുമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അടുത്ത നടപടിക്രമങ്ങൾ അദ്ദേഹത്തിനെതിരായിട്ട് കോടതി ആരംഭിക്കും. അത് അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടുകളിൽ പണമുണ്ടെങ്കിൽ അത് ഫ്രീസ് ചെയ്യും, അദ്ദേഹത്തിന് സ്വത്തുണ്ടെങ്കിൽ പ്രോപ്പർട്ടിയോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അത് ജപ്തി ചെയ്യും, അദ്ദേഹത്തിന് കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിക്കെതിരെ നടപടിയെടുക്കാം. അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാം. അദ്ദേഹത്തിന് വാഹനം ഉണ്ടെങ്കിൽ ആ വാഹനം ഫ്രീസ് ചെയ്യാം. അതുപോലുള്ള നടപടിക്രമങ്ങളുമായിട്ട് കോടതിക്ക് മുന്നോട്ട് പോകാം. എന്നാൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടും അദ്ദേഹം പണമടയ്ക്കുന്നില്ല. അങ്ങനെ വന്നാൽ ദുബായ് ഒഴിച്ചുള്ള എമിറേറ്റിലാണെങ്കിൽ അറസ്റ്റ് വാറണ്ട് കൊടുക്കാം. ദുബായിൽ അറസ്റ്റ് വാറണ്ട് ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഇതുപോലുള്ള നടപടിക്രമം വരുന്നവർക്ക് അറസ്റ്റ് വാറണ്ട് ഇല്ല. അത് ഈ അടുത്ത സമയത്ത് വന്നിട്ടുള്ളവര് മാറ്റമാണ്. അദ്ദേഹത്തിന് രാജ്യം വിട്ടു പോകാൻ രാജ്യം വിട്ടു പോകാൻ അദ്ദേഹത്തിന്റെ ബാധ്യത തീരുന്നത് വരെയും അദ്ദേഹത്തിന് ട്രാവൽ ബാൻ അതുപോലെ തന്നെ എക്സിസ്റ്റ് ചെയ്യും. അതാണ് നിയമം. മറ്റെമിറേറ്റിലാണെങ്കിൽ അറസ്റ്റ് ചെയ്യും. മറ്റെമിറേറ്റുകളിൽ ഇപ്പോഴും അറസ്റ്റ് ഉണ്ട്. ചെറിയ തുകയ്ക്കൊക്കെ ചിലതൊക്കെ വിടുന്നുണ്ട്, എങ്കിലും വലിയ തുകയിലുള്ളവർ ഇപ്പോഴും ജയിലിൽ തന്നെ കിടപ്പുണ്ട്. ഇവിടെ ഈ നിയമം ദുബൈയിൽ വന്നപ്പോഴ് ഇതുപോലെ അകത്ത് കിടന്ന ആളുകൾ ഉണ്ടായിരുന്നു. അവരെല്ലാം നിയമം വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ ജയിലിൽ നിന്ന് റിലീസ് ചെയ്തു. റിലീസ് ചെയ്ത് അവരെല്ലാം പുറത്തുണ്ട് ഇപ്പോഴും. അതെ. അപ്പം ഇത് അടുത്ത കാലത്തല്ലേ ദുബായിൽ അടുത്ത സമയത്ത് വന്നത്. മറ്റെമിറേറ്റിൽ ഇതുപോലെ വരാനുള്ള സാധ്യത ഇവര് അങ്ങനെ പ്രതീക്ഷിക്കുന്നു, ആൾക്കാർ അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു കാര്യം കൂടി ഇതിൻ്റെ ബാക്കിയായിട്ട്, ഇപ്പോൾ ഈ ദുബായ് അല്ല മറ്റെമിറേറ്റിലാണെന്നിരിക്കട്ടെ, ഇപ്പോൾ ഒരാളിനെ അറസ്റ്റ് ചെയ്തു ജയിലിലിട്ടു. ജയിലിലിട്ടാൽ അതിനൊരു കാലാവധി ഇല്ല, തുക അനുസരിച്ചാണോ കാലാവധി? സാറേ, സിവിൽ കേസിനകത്ത് ജയിലിലിടുക എന്ന് പറയുമ്പോൾ അത് കോടതി വിധിച്ച ജയിലല്ല. കോടതിയുടെ ജഡ്ജ്മെന്റിനകത്ത് ജയിലിടാൻ പറയുന്നില്ല. നേരെ മറിച്ച് എക്സിക്യൂഷന്റെ ഒരു നടപടിക്രമം. അത് എക്സിക്യൂഷനകത്ത് പലതരം നടപടിക്രമമുണ്ട്. എതിർകക്ഷിയെ കൊണ്ട് പൈസ അടപ്പിക്കാൻ നോട്ടീസ് പോകും, പിന്നെ അദ്ദേഹത്തിന്റെ സ്വത്ത് ജപ്തി ചെയ്യാൻ നോക്കും. സ്വത്തൊന്നുമില്ലെങ്കിൽ അറസ്റ്റ് വാറണ്ട് ഇടും. അറസ്റ്റ് വാറണ്ട് ഇട്ട് പിടിപ്പിക്കുന്നത് ഇദ്ദേഹത്തിനെ കൊണ്ട് പണം അടപ്പിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഇത്ര നാൾ ജയിലിൽ കിടക്കണമെന്ന് എങ്ങും പറയുന്നില്ല. അദ്ദേഹത്തിനെ ജയിലിലേക്ക് വിടുന്നു. ജയിലിൽ വിട്ട് കഴിയുമ്പോൾ മനസ്സിന് മാറ്റം ഉണ്ടായി, ആരെങ്കിലും ബന്ധുക്കളോ മറ്റാളുകളോ ഒക്കെ സഹായിക്കാനുണ്ടെങ്കിൽ അവരെല്ലാം കൂടെ നമ്മുടെ ബന്ധു ജയിലിൽ കിടക്കുകയാണല്ലോ, നമുക്ക് കുറച്ച് പൈസ കൊണ്ടുവന്ന് കോടതി കെട്ടിവെച്ചിട്ട് അദ്ദേഹത്തിനെ ഒന്ന് പുറത്തെടുക്കാം. അതിന് പ്രേരിപ്പിക്കാൻ വേണ്ടിയാണ് ജയിലിലിടുന്നത്. അത് നിശ്ചിത കാലത്തേക്കൊന്നുമില്ല. എന്നാൽ യുഎഇയിലെ നിലവിലുണ്ടായിരുന്ന നിയമം അനുസരിച്ചുകൊണ്ട് മാക്സിമം 3 കൊല്ലം വരെ ഒരാളെ ജയിലിലിടാവുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് 3 കൊല്ലം ജയിൽ വിധിച്ചു എന്നല്ല അതിന്റെ അർത്ഥം. പക്ഷെ 3 വർഷം വരെ, അത് ചിലപ്പം പലപ്പോഴായിട്ടായിരിക്കാം. ഇപ്പൊ 1 മാസം കഴിയുമ്പം ഈ പ്രതിയെ ജയിലിൽ നിന്ന് കോടതി കൊണ്ടുവരും, ജഡ്ജിന്റെ മുമ്പിൽ കൊണ്ടുവരും. ഇപ്പോഴൊക്കെയാണ് ഓൺലൈനിലാണ് വരുന്നത്, നേരത്തെയൊക്കെ നേരിട്ട് കൊണ്ടുവരികയാണ്. അപ്പൊ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ജഡ്ജി വളരെ അദ്ദേഹത്തോട് ചോദിക്കും, എന്താ ഇത്രയും നാളായല്ലോ, നിങ്ങൾ ഇച്ചിരി പൈസ അടച്ച് ഇറങ്ങിക്കൂടെ എന്ന് ചോദിക്കും. വളരെ അനുഭാവപൂർണ്ണമായിട്ടാ ആ കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലാതെ ക്രിമിനൽ കേസിലെ പ്രതികളോട് പെരുമാറുന്ന പോലെ അല്ല സിവിൽ കോടതിയിലെ പെരുമാറ്റം. അപ്പൊ ചോദിക്കും, നിങ്ങൾക്ക് കുറച്ച് പൈസ അടയ്ക്കാമെങ്കിൽ ബാക്കിയുള്ള നിങ്ങൾ തവണയായിട്ട് അടയ്ക്കാനൊക്കെ ഉള്ള അവകാശം ഞാൻ തരാം, അവസരം തരാം. അപ്പൊ ആ അവസരം നിങ്ങൾ പാഴാക്കണ്ട, കുറച്ച് പൈസ എങ്ങനെങ്കിലും കൊണ്ടൊന്ന് അടയ്ക്കൂ, അടച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പുറത്തു വിട്ടേക്കാമെന്ന് പറയും. അപ്പം 2-3 പ്രാവശ്യവും വന്നിട്ടും പൈസ അടയ്ക്കാനൊന്നുമില്ല. അയാൾ പറയുന്നു, സാർ എൻ്റെ കയ്യിൽ യാതൊരു പൈസയില്ല, ഞാൻ പുറത്തിറങ്ങിയാൽ എന്തെങ്കിലും പൈസ ഒപ്പിക്കാനുള്ള മാർഗ്ഗമുണ്ട്, അതുകൊണ്ട് സാർ എന്നെ ഒന്ന് തൽക്കാലത്തേക്ക് പുറത്തു വിടണം, ഞാൻ വേണം എൻ്റെ പാസ്പോർട്ട് ഇവിടെ വെച്ചോളാം, അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടർ കൂടെ ഞാൻ തരാം സാർ എന്ന് പറഞ്ഞാലും ചിലപ്പം കോടതി അദ്ദേഹത്തിനെ വിട്ടെന്നിരിക്കാം. അപ്പം ഇതൊക്കെ സിവിൽ കേസിന് നടപടിക്രമങ്ങളാണ്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ ചെക്ക് കേസുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ കേസുകൾ ഇല്ല എന്ന് പൂർണ്ണമായും ധരിക്കുന്നത് ശരിയല്ല, തെറ്റാണ്. 2 സാഹചര്യങ്ങൾ അത് വരാം. അതെ. ഇപ്പോൾ ഇൻസഫിഷ്യൻറ്റ് ഫണ്ട് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ക്രിമിനൽ കേസ് എടുക്കാം. അപ്പോൾ ചെക്ക് ബൗൺസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങൾ പലരും ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുമായി ബന്ധപ്പെട്ട വരായികകളെല്ലാം സാഹചര്യങ്ങളെല്ലാം വളരെ വിശദമായി തന്നെ സാർ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ചെക്ക് കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്രിമിനൽ കേസുണ്ടോ, ക്രിമിനൽ കേസ് ഇല്ലയോ, എന്താണ് അതിൻ്റെ ഭവിഷ്യത്ത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളുടെയും മറുപടി ഈ ഒരു അധ്യായത്തിലൂടെ ഞങ്ങൾ ഒതുക്കുന്നു. നന്ദി, നമസ്കാരം. നിയമസംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ 009
843-2424-843 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.